LDF കയ്പമംഗലം വെസ്റ്റ് മേഖലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കാളമുറി നോബിൾ പാലസിൽ നടന്ന കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് സമാന സ്ഥിതി സാഹചര്യങ്ങളുള്ള പല രാജ്യങ്ങളുമുണ്ട്. അവിടെയെല്ലാം തന്നെ ആഭ്യന്തര ഉൽപാദനത്തിൽ വരുമാനത്തിലൊക്കെ തന്നെ വലിയ തോതിൽ ഉണർവ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യം മാത്രം പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി തന്നെ ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി, രാജ്യം 4 ലക്ഷം മില്യൺ ടൺ ട്രില്യൺ 4 ലക്ഷം മില്യൺ കോടി ആഭ്യന്തര വരുമാനത്തിൽ വർധനവ് സംഭവിച്ചു എന്നും വികസിത രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യ ഉയർന്നു കഴിഞ്ഞുവെന്നും പറഞ്ഞുകൊണ്ടൊരു ട്വിറ്റർ. എന്താണ് അതിന്റെ ആധികാരികത എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, IMF പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യൻ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര ഏജൻസി പറഞ്ഞിട്ടുള്ളതാണ് അത്ര. ഇത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നമ്മുടെ രാജ്യത്തിനകത്തെ RSS സംഘപരിവാർ ശക്തികൾ ആകെ തന്നെ ഇത് പ്രചരണത്തിൽ ഏറ്റെടുത്തു. രാജ്യം 4 ലക്ഷം മില്യൺ സാമ്പത്തിക വരുമാനത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇവിടുത്തെ RSS കേന്ദ്രങ്ങളിൽ പോലും, ഇവിടുത്തെ ചെറിയ ചെറിയ പ്രദേശങ്ങളിലുള്ള RSSകാരിൽ പോലും ഇത് വലിയ പ്രചരണം കൊടുത്തുകൊണ്ടിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ IMFന്റെ ശ്രദ്ധയിൽ ഇത് വരികയും IMF അവർ ഔദ്യോഗികമായി അവരുടെ വെബ്സൈറ്റിൽ കുറിക്കുകയും ചെയ്തു, ഇത് ഞങ്ങൾ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വരുമാനത്തെ കുറിച്ചോ ഉൽപാദനത്തെ സംബന്ധിച്ചോ തെളിവെടുക്കുന്നവരെ ജോലിയല്ല ഞങ്ങളുടെ ജോലി എന്ന് IMF തന്നെ പറയുകയുണ്ടായി. അതുകൊണ്ട് ഇത് ഫേക്കാണ് ഈ വാർത്ത, ഇത് ഞങ്ങൾ പടച്ചുവിട്ടതല്ല, ഞങ്ങൾ ഗവേഷണം നടത്തി എഴുതി വെച്ചതല്ല, ഇത് അവർ തന്നെ മെനഞ്ഞതാണ് എന്ന് പറഞ്ഞു. നാണം കെടുന്ന സ്ഥിതിയാണ് ഇന്ത്യയുടെ ലോകത്തിന് മുമ്പിൽ സംഭവിച്ചത്. MD സുരേഷ് അധ്യക്ഷനായി. TV സുരേഷ്, TP രഘുനാഥ്, മുഹമ്മദ് ചാമക്കാല എന്നിവർ സംസാരിച്ചു. MD സുരേഷ് ചെയർമാനായും TV സുരേഷ് കൺവീനറായും BS ശക്തിധരൻ ട്രഷററായും 201 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.